നമസ്കാരം. അനന്തവാദം എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട് കേട്ടോ ആയുർവേദത്തിൽ. ആ രോഗത്തിന് അനന്തവാദം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു വാതരോഗമാണ്. വാതരോഗം എന്ന് വെച്ചാൽ ഞരമ്പുകളെയും അതുപോലെ ഉള്ള സ്ട്രക്ചേഴ്സിനെയൊക്കെ ആശ്രയിച്ചുണ്ടാകുന്ന വേദനയോടുകൂടിയുള്ള രോഗങ്ങളെ നമ്മൾ വാതരോഗങ്ങൾ എന്ന് നമുക്ക് പറയാം. നഹി വാതാദ്രിതാരുച എന്ന് പറയും. എന്ന് വെച്ചാൽ വാദമില്ലെങ്കിൽ വേദനയില്ലെന്ന് പറയാം. നല്ല വേദന ഉണ്ടാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രോഗം. ആ രോഗത്തിൻ്റെ പേരാണ് ട്രൈജിമിനൽ ന്യൂറാൾജിയ. ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് വെച്ചാൽ ഞരമ്പിൻ്റെ വേദന എന്നർത്ഥം. ട്രൈജിമിനൽ നെർവ് എന്ന് പറഞ്ഞൊരു നെർവുണ്ട് കേട്ടോ. നമ്മുടെ ഈ തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു നെർവാണ്. ആ നെർവ് തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വന്ന് അത് നമ്മുടെ ഈ ഭാഗത്തെ രണ്ട് വശത്തും ചെവിയുടെ മുമ്പിൽ കൂടെയാണ് അത് വെളിയിലോട്ട് വരുന്നത്. അത് വന്ന് മൂന്നായിട്ട് തിരിഞ്ഞ് V1, V2, V3 എന്ന് 3 ബ്രാഞ്ചസ് ആയിട്ട് തിരിയും. 3 ശാഖകളായിട്ട് തിരിഞ്ഞ് അത് നമ്മുടെ മുഖത്തിൻ്റെ 3 ഭാഗങ്ങളിലായിട്ട് സപ്ലൈ ചെയ്യും. അതായത് ഒരെണ്ണം V1 എന്ന് പറഞ്ഞ ഞരമ്പ് ഈ ഭാഗത്തായിട്ട് സപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അതായത് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിലായിട്ട് സപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഭാഗത്തും സപ്ലൈ ചെയ്യും. അതുപോലെ അതിൻ്റെ രണ്ടാമത്തെ V2 എന്ന് പറഞ്ഞ ആ ശാഖയുണ്ടല്ലോ, അത് കൊടുക്കുന്നത് ഒരു വശത്താണ് കേട്ടോ. രണ്ട് വശത്ത് ഇതേപോലെ 2 നെർവുകളുണ്ട്. അതായത് ഇപ്പുറത്തും ട്രൈജിമിനൽ നെർവുണ്ട്. അതിന് 3 ബ്രാഞ്ചുകൾ വീതമുണ്ട്. അതിൽ രണ്ടാമത്തെ ബ്രാഞ്ച് കൊടുക്കുന്നത് ഈ അപ്പർ ലിപ്പ്, നമ്മുടെ ഈ മേളിലത്തെ ലിപ്പുണ്ടല്ലോ, മേളിലത്തെ ചുണ്ട്, മേൽചുണ്ട്, അതുപോലെ അവിടുത്തെ പല്ല്, ഈ ഭാഗത്തെ നമ്മുടെ ചീക്ക് അല്ലെങ്കിൽ കവിൾ ഭാഗത്തുമൊക്കെ സപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തെ ബ്രാഞ്ച് V3 എന്ന് പറഞ്ഞ ബ്രാഞ്ച്, അത് താഴത്തെ ചുണ്ടിലും താഴത്തെ പല്ലിലും അതുപോലെ ഇവിടെ ഈ താടിയലിൻ്റെ ഭാഗത്തുമൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഞരമ്പിന് ചിലപ്പം ഞരമ്പിൻ്റെ അടുത്തുള്ള രക്തക്കുഴലുകൾ ഞരമ്പിനെ ഞെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഭാഗത്തെ മസ്കുലേച്ചർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രക്ചേഴ്സ് അതിനെ ഞെക്കാം. അത് ഇറങ്ങി വരുന്നൊരു കനാലുണ്ട്. ആ കനാലിനിടയിൽ അത് അമങ്ങിക്കൂടായികയില്ല. ഇനി അതല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ വഴിയിൽ ഏതെങ്കിലും ട്യൂമറുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഞരമ്പിലൂടെ ഭയങ്കര ഷൂട്ടിംഗ് ടൈപ്പ് ഓഫ് പെയിൻ, ഒരു ഭയങ്കര ഷാർപ്പായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷാർപ്പായിട്ടൊരു വേദന ഉണ്ടാകാം. ആ വേദനയോടുകൂടി തന്നെ നമുക്ക് തൊട്ടാലൊക്കെ ഇങ്ങനെ തൊട്ടാൽ പോലും ഭയങ്കരമായിട്ട് പേഷ്യൻ്റ് നിലവിളിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ചിലപ്പം ഏതെങ്കിലും ഒരു ഞരമ്പിനെ ആയിരിക്കാം ബാധിക്കുക. സാധാരണഗതിയിൽ ഈ V2ഉം V3 ആണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുക. മേളിലത്തേത് അഫക്റ്റ് ചെയ്യാറില്ല. മേളിലത്തേത് അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. പലപ്പോഴും ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിട്ട്, ഇവിടെയൊക്കെ ഒരു ചെറിയ വീർപ്പും ചില ആൾക്കാർക്ക് പുകച്ചിലും ഒക്കെ ആയിട്ട് തോന്നാറുണ്ട്. ഈ പെയിൻ എന്ന് പറയുന്നത് വളരെ ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ ആയതുകൊണ്ട് ആ സമയത്ത് പെയിൻ കൊണ്ട് പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ഈ രോഗത്തിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞ പോലെ ട്രൈജിമിനൽ ന്യൂറാൾജിയ, ഞരമ്പിനുണ്ടാകുന്ന വേദന എന്നർത്ഥം. ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയയ്ക്ക് ആയുർവേദത്തിൽ വളരെ നല്ല ചികിത്സകൾ ഉണ്ട് കേട്ടോ. വിവിധ തരം ധാരകളുടെ ഉപയോഗം, ധാരകൾ തൈലധാര, തക്രധാര, അതുപോലെ തന്നെ ശിരസിൽ ധാര ചെയ്യുന്ന കേട്ടോ, ധാര ചെയ്യുക, അതുപോലെ ധാന്യാമ്പളം വെച്ചിട്ടുള്ള ധാരയൊക്കെ ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ശിരോവസ്തി പോലെയുള്ള വസ്തിക്രമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വിവിധ തരം ലേപനങ്ങൾ, കറുത്തവട്ട്, രാസ്നാദി, അതുപോലെ മണിക്കുന്തിരിക്കാദിയും ഒക്കെയുള്ള, അത് ലക്ഷണങ്ങൾക്കനുസരിച്ച് രോഗിയുടെ കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ് അവ പ്രയോഗിക്കുക. അതുകൂടാതെ ചില കിഴികൾ, മുട്ടക്കിഴി പോലെയൊക്കെയുള്ള കിഴികൾ ഒക്കെ ഇതിനകത്ത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്നു. എന്തായാലും അത് എന്തുകൊണ്ടാണ് ഈ കംപ്രഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേദന എന്ന് അറിയുന്നത് തീർച്ചയായിട്ടും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ MRI പോലെയുള്ള, അതായത് ഇപ്പോൾ ഇനി എന്തെങ്കിലും ട്യൂമർ പോലെയുള്ള കണ്ടീഷനാണോ എന്നറിയുന്നതിന് വേണ്ടി MRI പോലെയുള്ള പരിശോധനാ മാർഗങ്ങളും ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയിൽ നേരത്തെ തന്നെ നമ്മൾ എടുത്തിരിക്കണം. എന്നിട്ട് മാത്രമേ ആയുർവേദ ചികിത്സയിലും ആ ചികിത്സയിലേക്ക് നമുക്ക് നന്നായി കടക്കാൻ പറ്റുകയുള്ളൂ. ട്രൈജിമിനൽ ന്യൂറാൾജിയയ്ക്ക് അലോപ്പതി ചികിത്സ സർജറിയാണ് കേട്ടോ. പലതരം സർജറികൾ ഇന്ന് ലഭ്യമാണ്. പക്ഷേ ആയുർവേദത്തിൽ പലപ്പോഴും സാധാരണഗതിയിലുണ്ടാകുന്ന, അതായത് ട്രൈജിമിനൽ ന്യൂറാൾജിയ നമുക്ക് 2ആയിട്ട് തിരിക്കാം കേട്ടോ. അതിനെ പ്രൈമറി ട്രൈജിമിനൽ ന്യൂറാൾജിയ, അതിന് മറ്റ് കോസൊന്നും ആയിരിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ 3ആയിട്ട് തിരിക്കാം എന്ന് പറയാം. മറ്റു കോസൊന്നും കാണാത്തില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ എൻട്രാപ്മെൻ്റ് ആയിരിക്കാം അതിനകത്തെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഞരമ്പ് ഞെങ്ങലായിരിക്കാം അതിനകത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അഥവാ അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുണ്ടാകും, നേരത്തെ പറഞ്ഞ പോലെ ട്യൂമേഴ്സോ പോലെയുള്ള, അതായത് അവിടെ ട്യൂമർ, ക്യാൻസറുകൾ പോലെയുള്ള
അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് കൊണ്ടുണ്ടാകുന്നു. ഈ മൂന്നാമത്തേത് ഇഡിയോപ്പതിക് എന്ന് പറയും. എന്താ കാരണം എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. നമ്മൾ പരിശോധിച്ചാലും MRI പോലെയുള്ള പരിശോധനകളൊക്കെ നടത്തിയാലും നമുക്ക് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ട്രൈജമിനൽ ന്യൂറാൾജിയകളുണ്ട്. എന്തായാലും രണ്ടിലും, അതായത് നമുക്ക് മറ്റ് കാരണങ്ങളില്ലാത്ത പ്രൈമറിയിലും ഇഡിയോപ്പതിക്കായിട്ടുണ്ടാവുന്ന ട്രൈജമിനൽ ന്യൂറാൾജികൾ നമുക്ക് 100% സർജിക്കൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ആയുർവേദത്തിലൂടെ മാറ്റിയെടുക്കാം. മറ്റേതിന് നമുക്ക് കാരണങ്ങളെ കൃത്യമായി അസസ് ചെയ്തതിന് ശേഷമുള്ള അതിനുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രശ്നങ്ങൾ മാറുകയുള്ളൂ. എന്തായാലും ട്രൈജമിനൽ ന്യൂറാൾജിയ വളരെ ആൾക്കാരെ വളരെ കാലത്തോളം കഷ്ടപ്പെടുത്തുന്ന ഒരു രോഗമാണ്. അതിന് ആയുർവേദത്തിൽ ശ്രീരുദ്രയിൽ നല്ല ചികിത്സ ലഭ്യമാണ്.